സർക്കിൾസ് ആൻഡ് ലൈൻസ് എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കോൺസെപ്റ്റാണ് സർക്കിളും ലൈനും ആണല്ലോ. അപ്പം ലൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കോഡ് എടുത്തിട്ടുണ്ട്, 2 കോഡ്. സർക്കിളിൻ്റെ 2 പോയിൻറ്റുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനെയാണ് നമ്മൾ കോഡ് എന്ന് വിളിക്കുന്നത്. AB എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. ഇനി വേറൊരു കോഡ് CD എന്ന് പറയുന്ന ഒരു കോഡ് സർക്കിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് 2 കോഡുകൾ. ABയും CDയും അത് P എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ഈ 2 ഓരോ കോഡിൻ്റെയും പാർട്സിൻ്റെ പ്രൊഡക്റ്റ്. ഇപ്പോൾ AB എന്ന് പറയുന്ന കോഡിൻ്റെ പാർട്സ് PAയും PBയുമാണ്, അല്ലെങ്കിൽ APയും BPയും എങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ്, ഒരു കോഡിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്റ്റ്, ഇപ്പോൾ ABൻ്റെ പാർട്സ് PAയും PBയും, അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാം. അത് രണ്ടാമത്തെ കോഡിൻ്റെ പാർട്സിൻ്റെ പ്രൊഡക്റ്റിന് ഈക്വലാണ്. അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ടാമത്തെ കോഡ് CD ആണ്. അപ്പോൾ CDൻ്റെ പാർട്സ് PCയും PDയുമാണ്, അതിൻ്റെ പ്രൊഡക്റ്റ് PC ഇൻറ്റു PD. അപ്പം ഇത് രണ്ടും ഈക്വലാണ്. ഈ 2 കോഡിൻ്റെയും പാർട്സിൻ്റെ പ്രൊഡക്റ്റ് ഈക്വലാന്ന് പറയുമ്പം PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD ആയിരിക്കും, അല്ലെങ്കിൽ AP ഇൻറ്റു PB ഈക്വൽ ടു CP ഇൻറ്റു PD ആയിരിക്കും. അതാണ് നമ്മൾ ഒന്നാമത് പഠിച്ചത്. രണ്ടാമത് പഠിച്ചത് സെയിം ഒന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പറയുകയാണ്. ഇപ്പോൾ ഒരു കോഡ് എന്ന് പറയുന്നത് ഡയാമീറ്റർ, സെൻറ്ററിലൂടെ കടന്നു പോകുന്ന ഡയാമീറ്റർ എന്ന് കരുതാം. രണ്ടാമത്തെ കോഡ് ഈ ഡയാമീറ്ററിന് പെർപെൻഡിക്കുലറായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 കണ്ടീഷനും വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ AB ഒരു കോഡ് എന്ന് വെച്ചാൽ ഡയാമീറ്ററിന് AB കൊടുത്തിട്ടുണ്ട്, CD രണ്ടാമത്തെ കോഡ്. ഇത് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, പിയിലാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ AP ഇൻറ്റു PB ഈക്വൽ ടു CP ഇൻറ്റു PD ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് AP ഇൻറ്റു PB ഈക്വൽ ടു, അല്ലെങ്കിൽ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD തന്നെ ആയിരിക്കും. അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്നും വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ, ഇത് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ആ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇത് ഡയാമീറ്റർ ആണെങ്കിൽ ഡയാമീറ്റർ പെർപെൻഡിക്കുലറായിട്ട് ഒരു കോഡിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ കോഡിനെ അത് ബൈസെക്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PD തന്നെയാണ്. അപ്പോൾ PDക്ക് പകരം PC എന്ന് തന്നെ കൊടുക്കാം, രണ്ടും ഈക്വലാണ്. അപ്പോൾ എന്ത് വരും? PC സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇവിടെ PA ഇൻറ്റു PB എന്ന് പറയുന്നത് PCൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് സെമി സർക്കിളും വരച്ചിട്ട് പറയാം കേട്ടോ. ഇതൊരു സെമി സർക്കിളാണ്. അവിടെ P എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഡയാമീറ്ററിന് AB എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. P എന്നിങ്ങനെ ഈ പോയിന്റിന് C എന്നും കൊടുത്താൽ PA ഇൻറ്റു PB എന്ന് പറയുന്നത് PC സ്ക്വയർ ആയിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാനും, PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD വെച്ചിട്ട് നമുക്ക് റെക്റ്റാങ്കിൾ വരയ്ക്കാനും, സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കാനും, PA ഇൻറ്റു PB ഈക്വൽ ടു PC സ്ക്വയർ വെച്ചിട്ട് നമുക്ക് സ്ക്വയർ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ്? അതിൻ്റെ ഏരിയ ഈക്വൽ ആയിരിക്കും. ഇപ്പം AB എന്ന് പറയുന്ന കോഡ് CD എന്ന് പറയുന്ന കോഡ് പിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ AP അല്ലെങ്കിൽ PA അതൊരു സൈഡ്, രണ്ടാമത്തെ സൈഡ് PB ആണല്ലോ. അപ്പോൾ അത് ആ PB നമ്മളിങ്ങനെ മുകളിലോട്ട് വരച്ചിട്ട് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയെന്ന് വിചാരിക്കാം. ആ PB എന്നുള്ള അളവാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. PB ഈ ഒരു അളവാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് PA ഇൻറ്റു PB ആയിരിക്കുമല്ലോ ഇതിൻ്റെ ഏരിയ. അതേപോലെ രണ്ടാമത്തത് PC ഇൻറ്റു PD ആയിരുന്നു. അപ്പോൾ ഈ PD നമ്മൾ ഒരു സൈഡായിട്ട് എടുത്തിട്ട്, അല്ലെങ്കിൽ PD ഇവിടെ ഉണ്ട്, നമുക്ക് ഈ PC ഇങ്ങോട്ട് എടുക്കാം. PC നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആ PC എന്നുള്ള ലെങ്ത്ത് നമ്മൾ പെർപെൻഡിക്കുലറായിട്ട് ഇങ്ങനെ വരച്ചിട്ട് PC ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവ് നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ട് ഈ ഒരു സൈഡ് ഇങ്ങനെ നമ്മളൊരു റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഇതെന്ത് തന്നെയായിരിക്കും? ഇത് PD ആണല്ലോ. അപ്പോൾ നമ്മളിത് എടുത്തിട്ടുള്ളത് PC ആണ്. അപ്പോൾ ഇത് PD ഇൻറ്റു, അല്ലെങ്കിൽ PC ഇൻറ്റു PD ആയിരിക്കും. ഓക്കെ, PA ഇൻറ്റു PB എന്ന് പറഞ്ഞാൽ PC ഇൻറ്റു PD ആണെന്ന് നമുക്കറിയാം. ഒരു സൈഡ് നമ്മൾ എടുത്തിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യൻ വരാം, അപ്പോൾ സ്ക്വയർ വരയ്ക്കാൻ, റെക്റ്റാങ്കിൾ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്.
ഡ്രോ എ റെക്റ്റാങ്കിൾ വിഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ. ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഏരിയ വരുന്നത് 5 × 4 20 ആണ്. അപ്പോൾ സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിൻ്റെ ഒരു സൈഡ് 6 ആയിരിക്കണം. അപ്പോൾ ഒരു സൈഡ് 6 എടുത്തിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 20 വരണം. അപ്പോൾ 6നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 20 വരാൻ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ വരയ്ക്കേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റെക്റ്റാങ്കിൾ സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ. ഫസ്റ്റ് നമുക്ക് 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും വരുന്ന റെക്റ്റാങ്കിൾ വരച്ച് നോക്കാം. സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് വരച്ചാൽ പെട്ടെന്ന് കിട്ടും. 4 ആണല്ലോ, ഇത് 5 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലോട്ട് 4 എടുക്കാം. സെറ്റ് സ്ക്വയർ ഒരറ്റത്ത് വെക്കുക, മുകളിലോട്ട് 4 സെൻറ്റിമീറ്റർ എടുക്കാം. അതേപോലെ ഇവിടെ ഈ സൈഡും വരണ്ടേ, ലൈനിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെക്കുക. ഈ ഒരു കോർണറും കറക്റ്റായിട്ട് എൻഡിൽ തന്നെ വെക്കുക. എന്നിട്ട് കറക്റ്റ് 4 സെൻറ്റിമീറ്റർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 5ഉം 4ഉം വരുന്ന ഒരു റെക്റ്റാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ജോയിൻ ചെയ്തിരിക്കുക. 5 സെൻറ്റിമീറ്റർ, ഇത് 4 സെൻറ്റിമീറ്റർ. ഈ സെയിം ഏരിയ വരുന്ന ഒരു സൈഡ് 6 വരുന്ന റെക്റ്റാങ്കിൾ നമുക്ക് വരയ്ക്കേണ്ടത്. നമുക്ക് 5 × 4 ഇതൊരു കോഡാക്കുകയാണെങ്കിൽ ഈ 4നെ നമുക്ക് നീട്ടി വരയ്ക്കാം. ഇവിടെ 5 ഉണ്ട്, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീട്ടിയിട്ട് 4 ആണ് വേണ്ടത്. ഒന്നുകിൽ 5ൽ തന്നെ വെച്ചിട്ട് 5ഉം 4ഉം 9 ആയിരിക്കുമല്ലോ, അങ്ങനെ വരച്ചാലും മതി. 9 സെൻറ്റിമീറ്ററിലോട്ട് വരച്ച് കഴിഞ്ഞാൽ ഈ എൻഡിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ വരെ വരച്ച് കഴിഞ്ഞാൽ ഇത് 4 ആയിരിക്കും, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ 5 × 4 = 6 × ഒരു നമ്പർ വരും അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് 6 എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് താത്തി വരയ്ക്കണമായിരുന്നു കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ച് താത്തി വരച്ചാൽ മതി. താഴോട്ട് 6 എടുത്ത് പെർപെൻഡിക്കുലറായിട്ട് എടുക്കണം. നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഈ കറക്റ്റ് പോയിന്റിൽ ഈ 5 സെൻറ്റിമീറ്റർ ഇവിടെ അല്ലേ വരുന്നത്. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ ലൈന് കറക്റ്റായിട്ട് വെക്കുക. പോയിൻ്റ് ഇവിടെ സെറ്റ് സ്ക്വയറിൻ്റെ കോർണറോടെ കറക്റ്റായിട്ട് വെക്കുക. ഇത് നമുക്ക് താഴോട്ട് വേണ്ടത് 6 സെൻറ്റിമീറ്റർ ആണ്. കറക്റ്റ് 6 സെൻറ്റിമീറ്റർ എടുക്കുക. ഇത് 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 × 4 എന്ന് പറയുന്നത് 6 × ഒരു നമ്പർ ആയിരിക്കും അല്ലേ. ഇത് സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിൽ, കോഡാണെങ്കിൽ, അപ്പോൾ ഈ 3 പോയിൻറ്റും 5 × 4 = 6 ഇത് 3ഉം സർക്കിളിലെ പോയിൻ്റ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ 4ാമത്തെ പോയിൻ്റ് എവിടെയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ അവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കോഡാണ് അല്ലേ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിന് P കൊടുത്തിട്ടുണ്ട്. അപ്പോൾ PA × PB. 3ാമത്തെ പോയിൻറ്റിന് C കൊടുത്തിട്ടുണ്ട്. PC 6 ആണ് തന്നിട്ടുണ്ട്. ഇനി PD എത്രയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം എന്തായാലും A, B, C ഈ 3 പോയിൻ്റ് സർക്കിളിലെ പോയിൻ്റ് ആവുന്ന രീതിയിൽ നമുക്ക് സർക്കിൾ വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് സർക്കിളാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടണമെങ്കിൽ ഏതെങ്കിലും 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാം. അപ്പോൾ AC പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണമെങ്കിൽ ഹാഫ് എടുത്തിട്ട് മുകളിലും താഴെ മാർക്ക് വരയ്ക്കുന്നു. കോമ്പസിൻ്റെ ലെങ്ത്ത് മാറ്റാതെ 2ാമത്തെ അറ്റത്ത് കൊണ്ടുവച്ചിട്ട് മുകളിലും താഴെ മാർക്ക് വരയ്ക്കുന്നു. 2 ആർക്കും കൂട്ടിമുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അതിൻ്റെ ബൈസെക്ടർ കിട്ടും, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. ഇതിന് ബൈസെക്ടറായി. ഇനി 2ാമത്തെ സൈഡിനും കൂടെ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ ബി സിക്ക് ഹാഫ് എടുക്കുക, മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. ലെങ്ത്ത് മാറ്റാതെ ബിയിൽ കൊണ്ടുവെക്കുക, മുകളിലും താഴെയും ആർക്ക് വരയ്ക്കുക. 2 ആർക്കും കൂട്ടിമുട്ടുന്ന രീതിയിൽ നമുക്ക് 2 പോയിന്റുകൾ കിട്ടിയിട്ടുണ്ട്. 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ നമുക്ക് 2ാമത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, 2ാമത്തെ സൈഡിനും പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വരച്ച പോയിന്റ് മാറിയിട്ടുണ്ടോ? വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാണ് ഒരാർക്ക്. 2ാമത്തെ അറ്റത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോയിൻ ചെയ്യിക്കേണ്ട പോയിന്റുകൾ 2 ആർക്കും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റും 2 ആർക്ക് കൂട്ടിമുട്ടുന്ന ഈ പോയിന്റുമാണ്. അത് തമ്മിൽ ജോയിൻ ചെയ്താൽ ഈ BC എന്ന് പറയുന്ന പോയിന്റിൻ്റെ ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടും. അപ്പോൾ ഈ 2 ബൈസെക്ടറും, ACൻ്റെ ബൈസെക്ടറും
ബി സിൻ്റെ ബൈസെക്ടറും കൂടെ ജോയിൻ ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് ആയിരിക്കും ഇതിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ. അപ്പം സെൻറ്റർ നമുക്ക് കിട്ടി. ഇനി എയിലോ ബിയിലോ സിയിലോ ഇതിലോട്ടെങ്കിലും ഒന്നുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ നോക്കിക്കേ 3 പോയിൻറ്റും സർക്കിളിലെ പോയിൻ്റായിട്ട് വരും. കറക്റ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പം പി ഇൻറ്റു സി 6 ആണ്. ഇനി പി ഇൻറ്റു ഡി എടുത്തു കഴിഞ്ഞാൽ പി ഇൻറ്റു ഡി എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? എ പി ഇൻറ്റു പി ബിക്ക് ഈക്വൽ ആയിരിക്കും. അത് 5 ഇൻറ്റു 4 ആണ്. അപ്പോൾ അത് 20 ആണ്. അപ്പോൾ സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ ഒരു സൈഡ് പി സി എടുക്കുക, രണ്ടാമത്തെ സൈഡ് പി ഡി എടുക്കണം. ആ പി ഡിൻ്റെ ലെങ്ത്ത് നമുക്ക് കോമ്പസിൽ സർക്കിൾ കൂട്ടിമുട്ടുന്ന മൂന്നാമത്തെ പോയിൻറ്റിന് ഡി എന്ന് പേര് കൊടുക്കുക. ആ ലെങ്ത്ത് കോമ്പസിലെടുക്കുക. ഓക്കെ, ഇനി ഈ ലെങ്ത്ത് വെച്ചിട്ട് ആണ് നമ്മൾ റെക്റ്റാങ്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ഇനി പുറത്താണെങ്കിൽ ഈ ലൈനൊന്ന് നീട്ടി വരച്ചു കൊടുത്താൽ മതി. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു സൈഡ് പി സി ആണ്, 6 സെൻറ്റിമീറ്റർ ആണ്. ഇവിടുന്ന് അതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് പി സി ആണ്. വിഡ്ത്ത് വന്നിട്ടുള്ളത് 6. ലെങ്ത്ത് വന്നിട്ടുള്ളത് 6 ആണ്. വിഡ്ത്ത് വന്നിട്ടുള്ളത് ഈ ഒരു അളവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടും വേണ്ടേ, സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് ഈ സൈഡ് നീട്ടി വരച്ചു കൊടുത്താൽ മതി. 6 സെൻറ്റിമീറ്റർ ലൈന് കറക്റ്റായിട്ട് വെക്കുക. സീൻ്റെ മുകളിൽ കോർണർ കറക്റ്റായിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് 90 ഡിഗ്രി ആംഗിളിൽ സൈഡ് കിട്ടുള്ളൂ. റെക്റ്റാങ്കിളിൻ്റെ ആംഗിൾ 90 ആയിരിക്കുമല്ലോ. ഇവിടുന്ന് ഇങ്ങോട്ടും പി ഡിൻ്റെ ലെങ്ത് ആക്കിയിട്ടുണ്ട്. അത് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെക്റ്റാങ്കിൾ പി സി ഇൻറ്റു ഈ ലെങ്ത്ത് പി ഡി ആണല്ലോ. അപ്പോൾ പി സി ഇൻറ്റു പി ഡി ആയിരിക്കും. പി സി ഇൻറ്റു പി ഡി ആയിരിക്കും ഇതിൻ്റെ ഏരിയ. പി സി ഇൻറ്റു പി ഡി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? എ പി ഇൻറ്റു പി ബിക്ക് ഈക്വലാണ്. അത് 5 ഇൻറ്റു 4 ആണ്, 20 ആണ്. ആ സെയിം ഏരിയ തന്നെ, ആ 20 തന്നെ വരൂലേ? പി സി ഇൻറ്റു പി ഡി ചെയ്താലും ഇതിൻ്റെ ഏരിയയും 20 തന്നെ വരും. അപ്പോൾ സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിൾ നമ്മൾ വരച്ചിട്ടുണ്ട്. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതേ ഏരിയ വരുന്ന സ്ക്വയർ വരയ്ക്കാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ക്വയർ വരയ്ക്കാനാണെങ്കിൽ നമുക്കറിയാം സൈഡ്സ് ഈക്വൽ ആയിരിക്കും. സൈഡിൻ്റെ സ്ക്വയറാണ് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 20 തന്നെയാണല്ലോ വരേണ്ടത്. അപ്പം നമുക്ക് എ ബി എന്ന് പറയുന്ന കോഡ് 5 ഇൻറ്റു 4 എടുക്കാം. എ പി 5ഉം പി ബി 4 എടുത്താൽ 5 ഇൻറ്റു 4. അപ്പോൾ പി സി എന്ന് പറയുന്നത് എന്തായിരിക്കും? പി സിൻ്റെ സ്ക്വയർ ആയിരിക്കും എ പി ഇൻറ്റു പി ബി. അത് 20 ആണ്. അത് പി സിൻ്റെ സ്ക്വയർ ആണെങ്കിൽ പി സി എന്തായിരിക്കും? 5 ഇൻറ്റു 4 എന്ന് പറയുന്നത് പി സിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ പി സി എത്രയാണ് വരിക? പി സി എന്ന് പറയുന്നത് സ്ക്വയറിന് ഇങ്ങോട്ട് എടുക്കുക, √20 വരും. അപ്പോൾ √20 ഒരു സൈഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ 20 ആയിരിക്കും. അപ്പോൾ √20 എന്നുള്ള അളവ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? 5 ഇൻറ്റു 4 വരുന്ന ഒരു ഡയാമീറ്റർ വരയ്ക്കുക. അതിനെ ഇങ്ങനെ 5ഉം 4ഉം ആക്കുക. ആ പോയിന്റിൽ വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈന് കിട്ടണം അല്ലേ? ഈ പീസിൻ്റെ അളവ് കിട്ടാൻ വേണ്ടി നമുക്ക് സെൻറ്റർ കണ്ടുപിടിച്ചിട്ട് ആ ഡയാമീറ്ററിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ച് ഒരു സെമി സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇവിടുന്ന് 5 ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് ഈ ഒരു അളവ് എടുത്താൽ മതി. ഡ്രോ എ സ്ക്വയർ ഓഫ് സെയിം ഏരിയ എന്ന് വെച്ചാൽ സെയിം ഏരിയ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4. ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ 5 ഇൻറ്റു 4 20 ആണല്ലോ. അപ്പോൾ അത് വരുന്ന സ്ക്വയർ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കണം. ഏരിയ 20 വരണമെങ്കിൽ ഒരു സൈഡ് √20 ആയിരിക്കൂലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 5ഉം 4ഉം വരുന്ന ഒരു ലൈന് വരയ്ക്കാം. ഫൈവും 4ഉം 9 വരും അല്ലേ? 5 ഇൻറ്റു 4 5 വരുന്നത് ഈ പോയിന്റിലാണ്. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്ന ഡയാമീറ്റർ വരച്ചിട്ട് പി എന്ന് പറഞ്ഞ പോയിൻ്റാണ് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്നാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെങ്കിൽ 5 ഇൻറ്റു 4 ഈക്വൽ ടു പി സി സ്ക്വയർ വരണം അല്ലേ? അപ്പോൾ പി സി എന്ന് പറയുന്ന പോയിൻ്റ് കണ്ടുപിടിക്കണം. അതിൻ്റെ സ്ക്വയർ ആയിരിക്കണം 5 ഇൻറ്റു 4 എന്ന് വെച്ചാൽ പി സി √20 ആയിരിക്കണം. അപ്പോൾ നമുക്ക് സി എന്നുള്ള പറയുന്ന പോയിൻ്റ് എവിടെ വരുമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെമി സർക്കിൾ വരയ്ക്കണം. സെമി സർക്കിൾ വരയ്ക്കണമെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ വേണം. ഇതിൻ്റെ സെൻറ്റർ എന്താണ്? ടോട്ടൽ 5 + 4 9 ആണ്. അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 4.5 ആയിരിക്കും. ഇനി
പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടും സെൻറ്റർ കണ്ടുപിടിക്കാം. ഇതിപ്പോൾ 9 ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ 4.5 ആണ് സെൻറ്റർ എന്നുള്ളത്. അപ്പോൾ സർക്കിളിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് സർക്കിൾ വരയ്ക്കാം. സെൻറ്റർ വെച്ചിട്ട് സർക്കിൾ വരയ്ക്കണമെന്നില്ല, സെമി സർക്കിൾ വരച്ചാലും കുഴപ്പമില്ല. ഒരു പോയിൻറ്റിലോട്ടുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് സെമി സർക്കിൾ വരയ്ക്കാം. ഇനി പി എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. പി എന്ന് പറയുന്ന പോയിൻറ്റ് 5 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടാണ് പി. ഇപ്പോൾ എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി. എ ബി ഡയമീറ്റർ ആയിട്ട് എടുത്താൽ എ പി ഇൻറ്റു പി ബി എന്ന് പറയുന്നത് പി സി സ്ക്വയർ ആയിരിക്കും. എ പി ഇൻറ്റു പി ബി 20 ആണല്ലോ, അപ്പോൾ പി സി സ്ക്വയർ ആണ് 20. അപ്പോൾ പി സി എന്ന് പറഞ്ഞാൽ √20. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് √20 എന്ന് പറയുന്ന ഒരു ലെങ്ത്ത് സ്ക്വയറിൻ്റെ ഒരു സൈഡാണെങ്കിൽ അതിൻ്റെ ഏരിയ 20 തന്നെ വരൂലേ. √20 ഇൻറ്റു √20 20 സെൻറ്റിമീറ്റർ സ്ക്വയർ വരും ഏരിയ. അപ്പോൾ നമുക്ക് സ്ക്വയർ വരയ്ക്കണമെങ്കിൽ ഈ ഒരു ലെങ്ത്ത് കോമ്പസിലെടുക്കുക. ഒരു സൈഡ് ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു സൈഡ് വേണം. അപ്പോൾ ആ സൈഡ് ലൈനൊന്ന് നീട്ടി കൊടുത്താൽ മതി അല്ലേ. നീട്ടി ആർക്ക് ഇൻ്റർസെക്റ്റ് ചെയ്താൽ സ്ക്വയറിൻ്റെ രണ്ടാമത്തെ സൈഡായി. ഇനി മൂന്നാമത്തെ സൈഡിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 3 പോയിൻ്റ് കിട്ടി. നാലാമത്തെ പോയിൻറ്റിന് വെച്ചിട്ട് വേണ്ടിയിട്ട് ഇവിടുന്ന് ഈ √20 എന്നുള്ള അളവെടുത്ത് കഴിഞ്ഞാൽ 2 ആർക്കും കൂട്ടിമുട്ടുന്ന പോയിൻ്റ് അതായിരിക്കില്ലേ നാലാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. അവിടേക്ക് ജോയിൻ ചെയ്താൽ മൂന്നാമത്തെ സൈഡും ഇവിടുന്ന് ജോയിൻ ചെയ്താൽ നാലാമത്തെ സൈഡും എല്ലാ സൈഡും √20 തന്നെയാണ് നമ്മൾ കോമ്പസിലെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ √20 ഇൻറ്റു √20 20 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഈ സ്ക്വയറിൻ്റെ ഏരിയ വരിക. അപ്പോൾ സെയിം ഏരിയ വരുന്ന സ്ക്വയറും നമ്മൾ വരച്ചു. ഇങ്ങനെയാണ് സ്ക്വയറും റെക്റ്റാങ്കിളും സെയിം ഏരിയ വരുന്ന റെക്റ്റാങ്കിളും സ്ക്വയറൊക്കെ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. കോഡിൻ്റെ ലെങ്ത്ത് റെക്റ്റാങ്കിളിൻ്റെ സൈഡ് കോഡിൻ്റെ ലെങ്ത്ത് ആക്കിയിട്ട് എടുക്കുന്നു, കോഡിൻ്റെ പാർട്സ് ആക്കി എടുക്കുന്നു. സർക്കിൾ വരയ്ക്കുന്നു, സൈഡ് കണ്ടുപിടിച്ചിട്ട് സ്ക്വയറും റെക്റ്റാങ്കിളൊക്കെ വരയ്ക്കുകയാണ് ചെയ്യുന്നത്.